ഹായ്, ഞാൻ സിന്ധു മാണിക്കോത്ത്. എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു സങ്കടം ഇന്ന് നിങ്ങളിലൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ യൂട്യൂബിൽ ഞാൻ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുക. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം പാട്ടുപാടാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പകാലത്ത്. എന്നാൽ ഞാൻ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് അതിനുള്ളൊരവസരം അവിടുത്തെ ടീച്ചേഴ്സ് എനിക്ക് തന്നിട്ടില്ല. കുട്ടികളെ ലളിതഗാനം പഠിപ്പിക്കുന്ന ടീച്ചർ അടുത്ത് ഞാൻ പോയി നിൽക്കും. ഒരു കഴിവുമില്ലാത്ത കുട്ടികളെ കഷ്ടപ്പെട്ട് ടീച്ചർ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടാവും. ദേശീയ ഗാനത്തിന് 6-7 കുട്ടികളെ നിർത്തിക്കും. അതിലൊരാളാവാൻ അവിടെയുള്ള ടീച്ചേഴ്സ് എന്നെ സമ്മതിച്ചില്ല. സാമ്പത്തികമായി ഒരു ഭദ്രതയില്ലാത്തൊരു പാവപ്പെട്ടൊരു കുടുംബത്തിലായതുകൊണ്ട് എൻ്റെ കഴിവിനെ അവർ അംഗീകരിച്ചില്ല. എൻ്റെ സങ്കടം അമ്മക്കറിയാം, ഞാൻ പാട്ടുപാടുന്നുള്ള കാര്യം അമ്മക്കറിയാം. പക്ഷേ അന്ന് സാമ്പത്തികമായി സ്ഥിതി മോശമായതുകൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കോലായിലിരുന്ന് ഒച്ചത്തിൽ പാടും. അങ്ങനെയാണ് എൻ്റെ സങ്കടം ഞാൻ തീർക്കുന്നത്. അന്ന് എൻ്റെ കൈ പിടിച്ച് ഒരു ടീച്ചറെങ്കിലും എൻ്റെ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് എന്നെ ഒരു പാട്ട് പഠിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു മ്യൂസിക് ടീച്ചറായിട്ടെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ജീവിക്കായിരുന്നു. അതിനുള്ള അവസരം അവർ തന്നില്ല. ഒരുപാട് ടീച്ചേഴ്സ്, അന്നുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ട്. അവരിത് കേൾക്കുകയാണെങ്കിൽ അവരെൻ്റെ ഈ പാട്ട് കൂടി ഒന്ന് കേട്ട് നോക്കൂ. ചിതയെരിയുന്നത് കാണാം കണ്ണാ, മനമുരുകുന്നത് ആരറിയും. ചിതയെരിയുന്നത് കാണാം കണ്ണാ, മനമുരുകുന്നത് ആരറിയും. മിഴി നനയുന്നത് കാണാം കണ്ണാ, മിഴി നനയുന്നത് കാണാം കണ്ണാ, കരളലിയുന്നത് ആരറിയും. കരളലിയുന്നത് ആരറിയും. കണ്ണാ വരം തരുമോ, വരം തരുമോ, തുടിക്കുമെന്നന്തരംഗം കൊതിക്കുന്നു നിൻ കാരുണ്യം. മാനസവീണയിലുയരുമി ഗാനം കേൾക്കൂ കണ്ണാ. കണ്ണാ നൊമ്പരങ്ങൾ തീർക്കൂ, കണ്ണാ മിഴി രണ്ടും തുറക്കൂ. കണ്ണാ നൊമ്പരങ്ങൾ തീർക്കൂ, കണ്ണാ മിഴി രണ്ടും തുറക്കൂ. നിങ്ങൾ വിലയിരുത്തൂ. എൻ്റെ ഈ ചാനലിൽ ഒരുപാട് പോരായ്മകളുണ്ടാവും. അതെല്ലാം സഹകരിക്കണം. കാരണം ഞാനൊരു തുടക്കക്കാരിയാണ്, എന്താണെന്ന് അറിയില്ല. എന്നാൽ എൻ്റെ ഈ ഒരു സങ്കടം, ഇതുവരെ ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച ഈ സങ്കടം ഞാൻ നിങ്ങളിലൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇതാരെയും മനഃപൂർവ്വം ദ്രോഹിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. എങ്കിലും ഇങ്ങനെയൊരു കാര്യം എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി പറയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.